കറി ഉണ്ടാക്കിയാൽ. ഇപ്പോൾ ഞാൻ ഇതിനായി എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഇത്രയും. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിൽ ബ്രൗൺ നിറമാകുന്ന വരെ നല്ലവണ്ണം അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സവാള ഞാൻ 4 എണ്ണവും കൊച്ചുള്ളി ഒരു 1/2 കിലോ മേടി എടുത്തിട്ടുണ്ട്, ഒരു 8 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാവേ. ഇവിടെ ഒരു 1.5 കിലോ ബീഫോളമാണ് എടുത്തിരിക്കുന്നത്. ബീഫെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളി വഴറ്റിയിട്ട് വേണം അതിലോട്ട് മിക്സ് ചെയ്യും. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. ബ്രൗൺ നിറമായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാതെ. മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ നേരത്തെ തന്നെ എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ മിക്സ് ഈ ഉള്ളിയും ഇതെല്ലാം വഴറ്റി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 3 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് വേണമെങ്കിൽ ഇപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇത്ര ചേർത്തിട്ടുള്ള. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാതെ. പിന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം. ഇനി ഇതിലേക്ക് ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി, നമ്മുടെ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ നമുക്കതുകൂടി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി അതുപോലെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി വഴറ്റിയ ഉരുളി ഉണ്ടല്ലോ, അതിനകത്ത് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചാൽ ബീഫിനകത്ത് വെള്ളം ഉണ്ടല്ലോ, ആ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാവേ നല്ലവണ്ണം. ഒരു 8-9 വിസിലോളം വന്നു, ഇച്ചിരി ഇതുള്ള വരണമേ. അപ്പോൾ ഇവിടെ എല്ലാം ബീഫെല്ലാം നല്ല ബെന്ത് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഉരുളി അടപ്പേ വെച്ചിട്ട് അതിനകത്ത് ഒന്നുകൂടെ ഒരു 15 മിനിറ്റോളം ഞാൻ അല്ലാതെ ഒന്നുകൂടെ ഉരുളിയിൽ വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മസാലപ്പൊടി എന്തെങ്കിലുമൊക്കെ ചേർക്കാനായിട്ട്, ഉപ്പ് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അടച്ച് വെച്ച് ഞാൻ ഒരു 15 മിനിറ്റോളം ഇങ്ങനെ വെക്കുന്നുണ്ട്, ഒരു 15 മിനിറ്റോളം ഒന്നും ഇതാക്കാനായിട്ട്. അപ്പോൾ ഇറച്ചിയിലെ വെള്ളമൊക്കെയാണ്, നെയ്യൊക്കെ അങ്ങ് ഉരുക്കി മാറിയിട്ടുണ്ട്. ബീഫിനകത്തുള്ള വെള്ളമാണ് ഇത്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാവേ. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലി ഇല കൂടി തൂവി കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ പെട്ടെന്ന് കിട്ടിയത് എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.